ഓക്കെ സോ ഹായ് ഓൾ വെൽക്കം ടു ACB അക്കാഡമി. എല്ലാവർക്കും ACB അക്കാഡമിയുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മുടെ റീസെന്റ് ആയിട്ട് വന്ന ഏജ് ലിമിറ്റുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളെല്ലാം വെച്ചിട്ട് വീണ്ടും നമ്മുടെ 2027 LDയുടെ കാര്യങ്ങൾ വീണ്ടും നമ്മളിങ്ങനെ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുകയാണ് അല്ലേ. അപ്പൊ ആർക്കൊക്കെ എഴുതാനായിട്ട് പറ്റും, ആർക്കൊക്കെയാണ് ഇനി യോഗ്യത വരിക, ഇനി അതിലെല്ലാം പ്രധാനമായിട്ട് വരാൻ പോകുന്ന LDCക്കുള്ള പ്രിപ്പറേഷൻസ് നമ്മൾ എപ്പോൾ സ്റ്റാർട്ട് ചെയ്യണം. നമുക്കറിയാവുന്ന പോലെ തന്നെ നിലവിൽ ലിസ്റ്റിന് ഇനിയും കാലാവധി ഉണ്ട്. അപ്പോൾ പുതിയ ലിസ്റ്റ് എന്ന് വരും. അപ്പോൾ ഈ പറഞ്ഞ ഇത്രയും കാലാവധി കിടക്കുമ്പോൾ അല്ലെങ്കിൽ ലിസ്റ്റ് വരാനായിട്ട് ഇത്ര സമയമുള്ളൂ. അപ്പോൾ നമ്മൾ ഇപ്പോഴേ പ്രിപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്യേണ്ട കാര്യമുണ്ടോ, അല്ലെങ്കിൽ ഇനി നമ്മൾ പഠിച്ചിട്ട് കാര്യമുണ്ട്? കാരണം നിലവിൽ ലിസ്റ്റുമായിട്ടൊക്കെ ബന്ധപ്പെട്ട് നിയമനങ്ങളുടെ ഒരു എഴച്ചിലും കാര്യങ്ങളും എല്ലാം കുറെ ആളുകൾ ചർച്ച ചെയ്യുന്നുണ്ട് അല്ലേ. അപ്പൊ ഇനി നമ്മൾ ഈ എക്സാമിന് പ്രിപ്പയർ ചെയ്യേണ്ട കാര്യമുണ്ടോ എന്നൊക്കെ കുറെ പേർക്ക് അങ്ങനെ ഒരുപാട് കൺസേൺസ് ഉണ്ട്. അതുപോലെ ഇനി നടക്കാൻ പോകുന്ന എക്സാമിന് ഒരു കാലാവധി കിടക്കുന്നതുകൊണ്ട് തന്നെ ഇപ്പോഴേ പഠിക്കേണ്ട കാര്യമുണ്ടോ, നോട്ടിഫിക്കേഷൻ ഒക്കെ വന്നിട്ട് പഠിച്ചാൽ പോരെ എന്നുള്ള കുറെ കാര്യങ്ങൾ സംശയങ്ങൾ ഉണ്ടായിരിക്കും അല്ലേ. അപ്പൊ അങ്ങനത്തെ കാര്യങ്ങളെല്ലാം ഒന്ന് ക്ലിയർ ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഒരു വീഡിയോ ആയിട്ട് വന്നിരിക്കുന്നത്. അപ്പോൾ ഇനിയും നിങ്ങൾ വൈകാൻ പാടുണ്ടോ LDയുടെ പ്രിപ്പറേഷൻസ്, അല്ലെങ്കിൽ സീരിയസ് ആയിട്ട് ആ ഒരു ജോലി കാത്തിരിക്കുന്ന ഒരാളാണ് എന്നുണ്ടെങ്കിൽ നിങ്ങൾ പ്രിപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്യാനുള്ള ടൈം ആയി എന്നുള്ളതാണ് നമ്മൾ ഏറ്റവും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം അല്ലേ. അപ്പൊ നമുക്ക് നിലവിലെ ഇതിന്റെ സാഹചര്യവും കാര്യങ്ങളെല്ലാം നോക്കാം. അപ്പൊ നമുക്ക് അറിയാവുന്ന LDC 2027 എന്ന് പറയുന്നത് SSLC ആണ് നിങ്ങൾ ക്വാളിഫിക്കേഷൻ വരിക അല്ലെ. SSLC ക്വാളിഫൈഡ് ആയ ഒരാൾക്ക് നമുക്ക് LGS പോലെയല്ല, അതിന്റെ ഹയർ ക്വാളിഫിക്കേഷൻസ് ഉള്ളവർക്ക് എന്ത് ചെയ്യാനായിട്ട് പറ്റും, LD എക്സാമിന് അപ്ലൈ ചെയ്യാനായിട്ട് പറ്റും അല്ലെ. അതുപോലെ നമുക്ക് നോട്ടിഫിക്കേഷൻ എക്സ്പെക്ടഡ് ഡേറ്റ് എന്ന് പറയുന്നത് 2026 ലാസ്റ്റ് എന്നുള്ളതാണ് അല്ലെ. ഏകദേശം 2026 ഡിസംബർ ആണ് നമ്മൾ എക്സ്പെക്ട് ചെയ്യുക. നവംബർ ടു ഡിസംബർ ഏതെങ്കിലും മാസങ്ങളിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഈ പറയുന്ന പോലെ അപ്കമിങ് നോട്ടിഫിക്കേഷൻസ് LDCകൾ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, എക്സ്പെക്ട് ചെയ്യാനായിട്ട് പറ്റും അല്ലെ. അതുപോലെ ഏജ് ലിമിറ്റ് നിലവിൽ ചേഞ്ച് വന്നത് നമ്മൾ എല്ലാവരും അറിഞ്ഞതാണ്. ഈ ഏജ് ലിമിറ്റ് കൂട്ടിയതിന് ശേഷം വരാൻ പോകുന്ന, അല്ലെങ്കിൽ ഏറ്റവും അധികം ആളുകൾ എഴുതാനായിട്ട് പോകുന്ന എക്സാമുകളിൽ ഒന്ന് തന്നെയായിരിക്കും ഏതെന്ന് പറയുന്നത്, വരാൻ പോകുന്ന LDC എക്സാം എന്ന് പറയുന്നത് അല്ലെ. അതുമായിട്ട് ബന്ധപ്പെട്ട് തന്നെയാണ് പ്രധാനമായിട്ടും എന്ത് വന്നിരിക്കുന്നത്, ഈ ഏജ് ലിമിറ്റ് ഉയർത്തുന്നതും കാര്യങ്ങളെല്ലാം വന്നിരിക്കും. നമുക്ക് അറിയാവുന്ന പോലെ നിലവിൽ 18 മുതൽ 40 വയസ്സ് വരെ ഉള്ളവർക്കാണ് എന്ത് ചെയ്യാനായിട്ട് പറ്റുക, LD എക്സാമിന് അപ്ലൈ ചെയ്യാനായിട്ട് പറ്റുക അല്ലെ. ജനറൽ കാറ്റഗറി എന്ന് പറയുമ്പോൾ 18 to 40 ആണ് പ്രായം. അതായത് 1986 ജനുവരി 2 മുതൽ 2008 ജനുവരി 1 ഉള്ളവർക്ക് ജനിച്ചവർക്ക് എന്ത് ചെയ്യാം, ഈ പറയുന്ന പോലെ ഈ ഒരു എക്സാമിന് അപ്ലൈ ചെയ്യാനായിട്ട് പറ്റുന്നതാണ് ജനറൽ കാറ്റഗറിയിൽ. OBC കാറ്റഗറി ആണെന്നുണ്ടെങ്കിൽ 18 മുതൽ 43 വയസ്സ് വരെയാണ് പ്രായം വരുന്നത്. അതായത് 2/1/1983 മുതൽ 1/1/2008 വരെ ഉള്ളവർക്കാണ് എന്ത് ചെയ്യാനായിട്ട് പറ്റുക, OBC കാറ്റഗറിയിൽ അപ്കമിങ് LDC എക്സാമിന് അപ്ലൈ ചെയ്യാനായിട്ട് പറ്റുക അല്ലെ. അതുപോലെ SC/ST കാറ്റഗറി നോക്കുമ്പോഴത്തേക്ക് 18 മുതൽ 45 വയസ്സ് വരെയാണ് പറഞ്ഞിരിക്കുന്നത്. 2/1/1981 മുതൽ 1/1/2008 വരെ ജനിച്ചവർക്കാണ് എന്ത് ചെയ്യാനായിട്ട് പറ്റുക, ഈ വരുന്ന LDC എക്സാമിന് അപ്ലൈ ചെയ്യാനായിട്ട് പറ്റുക. അപ്പൊ ഇതാണ് നിലവിൽ പറഞ്ഞിരിക്കുന്ന LDCയുടെ ഏജ് ലിമിറ്റുമായിട്ട് ബന്ധപ്പെട്ട ക്രൈറ്റീരിയ എന്ന് പറയുന്നത് അല്ലെ. അപ്പൊ ഇനി എല്ലാവർക്കും വരുന്നൊരു സംശയമാണ്, നമ്മൾ ഈ പറഞ്ഞതുപോലെ തന്നെ 2026 ഇതിൽ അവസാനമാണ് എന്ത് വരുന്നത്, നമുക്ക് ഈ പറയുന്ന പോലെ നോട്ടിഫിക്കേഷൻ വരുന്നത്. സ്വാഭാവികമായിട്ടും നിലവിലെ റാങ്ക് ലിസ്റ്റിന്റെ കാലാവധി എന്ന് പറയുന്നത് 2028 വരെയാണ്. 2028 വരെയാണ് നിലവിലെ റാങ്ക് ലിസ്റ്റിന്റെ കാലാവധി എന്ന് പറയുന്നത്. അപ്പൊ ഈ 2028 ഈ പറയുന്ന ലോജിയിലേക്ക്, അപ്പൊ ഈ ഒരു കാര്യമാണ് 2026 നോട്ടിഫിക്കേഷൻ വരും. 2027 എന്ത് ചെയ്യും, എക്സാം നടക്കും അല്ലെ. 2027 ഏകദേശം ഈ പറയുന്ന പകുതിയോടുകൂടി അല്ലെ, ജൂലൈ ഓഗസ്റ്റ് സെപ്റ്റംബർ മാസങ്ങളിലൊക്കെ നമുക്ക് എന്തൊക്കെ, ജൂൺ മുതൽ അങ്ങോട്ട് എപ്പോഴാണെങ്കിലും നമുക്ക് എന്ത് എക്സ്പെക്ട് ചെയ്യാം, LDCയുടെ എക്സാംസ് നമുക്ക് എക്സ്പെക്ട് ചെയ്യാനായിട്ട് പറ്റും. 2028 നമുക്ക് എന്ത് വരും, റാങ്ക് ലിസ്റ്റ് വരും അല്ലെ. അപ്പൊ സ്വാഭാവികമായിട്ടും എല്ലാവർക്കും വരുന്നൊരു പ്രധാനപ്പെട്ട സംശയമാണ് ഈ പറയുന്ന പോലെ 2027 എക്സാം ഉള്ളൂ, 2028 ജോലി കിട്ടാനായിട്ട് പോകുന്നുള്ളൂ. ഈ 2028 കിട്ടാൻ പോകുന്ന ജോലിക്ക് വേണ്ടിയിട്ട് ഈ 2026 ആദ്യം മുതൽ എത്രയും പാടുപെട്ട് നമ്മൾ പഠിക്കേണ്ട കാര്യമുണ്ടോ, അല്ലെങ്കിൽ നോട്ടിഫിക്കേഷൻ വന്നിട്ട് പഠിച്ചാൽ പോരെ എന്നൊക്കെയുള്ള കൺസേൺ എല്ലാവർക്കും കാണും അല്ലെ. അപ്പൊ നിങ്ങളോട് ഞാൻ പറയുന്നത്, ഈ 10th ലെവൽ എക്സാംസ് നോക്കുമ്പോൾ ഏറ്റവും വൈഡായ സിലബസുകൾ ഉള്ള എക്സാമുകളിൽ ഒന്നാണ് ഏതെന്ന് പറയുന്നത്, LDC എക്സാം എന്ന് പറയുന്നത് അല്ലെ. LDC എക്സാം എന്ന് പറയുന്നത് ഏറ്റവും വൈഡായിട്ടുള്ള ഒരു എക്സാമുമാണ്. അതുപോലെ ഏറ്റവും അധികം കോമ്പറ്റീഷൻ അല്ലെ. 10th ലെവൽ ക്വാളിഫൈ ചെയ്തവരിൽ LDC എക്സാം എഴുതാത്ത ഏതെങ്കിലും PSC ആസ്പിറൻസ് ഉണ്ടോ? ഇല്ല. നിങ്ങൾ PSC നോക്കുന്ന ഒരാളാണ്, അതുപോലെ SLC ക്വാളിഫൈഡ് ആണെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ട് നിങ്ങൾ ഏത് എക്സാം എഴുതിയിരിക്കും, LDC എക്സാം എഴുതിയിരിക്കും. അതിനകത്ത് എന്തെങ്കിലും കോംപ്രമൈസ് ഉണ്ടോ? ഒരിക്കലും ഇല്ല അല്ലെ. അതുകൊണ്ട് തന്നെ നമ്മൾ ഈ പറയുന്ന പോലെ ഏറ്റവും അധികം ആളുകൾ എഴുതുന്ന 10th ലെവൽ എക്സാമുകളിൽ ഒന്നാണ്, അല്ലെങ്കിൽ PSC എക്സാമുകളിൽ ഒന്ന് തന്നെയാണ് ഇതെന്ന് പറയുന്നത് LDC LGS എക്സാംസ് ഒക്കെ അല്ലേ. അപ്പൊ ഒരു കാരണവശാലും ഈ പറഞ്ഞ കോമ്പറ്റീഷൻ കുറയാൻ പോകുന്ന ഒരു എക്സാം അല്ലേ ഇതെന്ന് പറയുന്നത്, LDയുടെ എക്സാം എന്ന് പറയുന്നത് അല്ലേ. അപ്പൊ സ്വാഭാവികമായിട്ട് നിങ്ങൾ ഈ പറയുന്ന പോലെ ഏറ്റവും അധികം ആളുകൾ എഴുതുന്ന ഒരു എക്സാം ആയതുകൊണ്ട് തന്നെ, ഏറ്റവും വൈഡ് ആയിട്ടുള്ള ടോപ്പിക്സ് വരുന്ന ഒരു എക്സാം ആയതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ വന്നിട്ട് വേണമെങ്കിൽ പഠിച്ചു തുടങ്ങാം. പക്ഷെ ഈ പറയുന്ന പോലെ ചിലപ്പോൾ സിലബസ് കവർ ചെയ്യാനായിട്ട് പറ്റുമായിരിക്കും, സിലബസ് മുഴുവൻ നോക്കാനായിട്ട് പറ്റുമായിരിക്കും അല്ലെ. പക്ഷെ അങ്ങനെ സിലബസ് ഒറ്റ റൗണ്ട് പഠിച്ചത് കൊണ്ട് മാത്രം നിങ്ങൾക്ക് ജോലി ഉറപ്പിക്കാൻ പറ്റുന്ന ഒരു എക്സാം ആണോ LDC എന്ന് ചോദിച്ചാൽ അല്ല എന്നുള്ളതാണ് ഉത്തരം. കാരണം ഞാൻ ഈ പറഞ്ഞ പോലെ ആപ്ലിക്കൻസിന്റെ എണ്ണം ഏറ്റവും കൂടുതൽ വരുന്ന എക്സാമുകളിൽ ഒന്നാണ്, അല്ലെങ്കിൽ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുന്ന എക്സാമുകളിൽ ഒന്നാണ് ഇതെന്ന് പറയുന്നത്, LDയുടെ എക്സാം എന്ന് പറയുന്നത് അല്ലേ. അപ്പൊ അതിനെ കവച്ച് വെച്ച് നമുക്ക് മുന്നോട്ട് വരണം എന്നുണ്ടെങ്കിൽ ഈ പറയുന്നത് പോലെ നോട്ടിഫിക്കേഷൻ വന്നതിന് ശേഷം മാത്രം പഠിക്കുക എന്നുള്ള ടെക്നിക്ക് അല്ല നിങ്ങൾ ഏതിന്റെ കേസിൽ എടുക്കേണ്ടത്.
LD കേസിൽ എടുക്കേണ്ട അല്ലെ. അതിന്റെ മറ്റൊരു പ്രധാനപ്പെട്ട കാരണം കൂടെ ഞാൻ പറഞ്ഞുതരാം. ഇപ്പൊ എല്ലാവരും ചോദിക്കുന്ന മറ്റൊരു കൺസേൺ, എക്സാം ഇനിയല്ല പയ്യല്ല ഉള്ളൂ എന്ന് പറയുന്നതിന്റെ കൂടെ നിങ്ങൾ വിചാരിക്കുന്ന മറ്റൊരു കാര്യമാണ്, നിലവിലെ ലിസ്റ്റിൽ നിലവിൽ എന്താ ഈ പറയുന്ന ഇപ്പോഴത്തെ ഒരു സാഹചര്യം എന്താണ്, നിയമനങ്ങൾ നടക്കുന്നില്ലല്ലോ അല്ലെങ്കിൽ കൂടുതലായിട്ട് നടക്കുന്നില്ലല്ലോ. അപ്പൊ സ്വാഭാവികമായിട്ടും അടുത്ത എക്സാമിന് പഠിക്കണോ എന്നുള്ളൊരു കൺസേൺ നിങ്ങൾക്ക് ഉണ്ടായിരിക്കും അല്ലെ. സ്വാഭാവികമായിട്ടും ഞാൻ എപ്പോഴും പറയുന്ന ഒരു കാര്യമാണ്, ഒരു എക്സാമും നമുക്ക് നിലവിലെ ലിസ്റ്റിന്റെ സാഹചര്യം വെച്ചിട്ട് വരാൻ പോകുന്ന സാഹചര്യം നമുക്ക് predict ചെയ്യാനായിട്ട് പറ്റൂ ഇല്ല അല്ലെ. ഈ പറഞ്ഞിട്ട് മുൻകൂറായിട്ട് വേക്കൻസികളോ റിപ്പീറ്റ് എപ്പോഴും എന്ത് ചെയ്യാറില്ല, LDC റിസൾട്ട് റിപ്പോർട്ട് ചെയ്യാറില്ല. ആ റാങ്ക് ലിസ്റ്റ് പബ്ലിഷ് ചെയ്തതിന് ശേഷമൊക്കെ ഉണ്ടാകുന്ന മുൻഗണനാ ക്രമത്തിൽ ഉണ്ടാകുന്ന വേക്കൻസികൾ അനുസരിച്ചിട്ടാണ് ഇന്ത്യയിലുള്ള പലപ്പോഴും നിയമനം നടക്കാറുള്ളത് അല്ലെ. സ്വാഭാവികമായിട്ടും ഇപ്പൊ കുറവല്ല എന്നൊന്നും ഞാൻ പറയുന്നില്ല. സ്വാഭാവികമായിട്ടും നിയമനങ്ങൾ എന്ത് ചെയ്യുന്നുണ്ട്, എഴുച്ചിലും കാര്യങ്ങളും എല്ലാം നടക്കുന്നുണ്ട്. അതിൻ്റെതായിട്ടുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകുന്നുണ്ട്. ഉദ്യോഗാർത്ഥികളുടെ ഭാഗത്തു നിന്നുള്ള എതിർപ്പുകളും കാര്യങ്ങളും എല്ലാം ഉണ്ടാകുന്നുണ്ട് അല്ലെ. അപ്പൊ സ്വാഭാവികമായിട്ടും ഈ പറയുന്ന പോലെ ഇലക്ഷൻ കാലഘട്ടം വരുമ്പോഴത്തേക്ക് ഇങ്ങനത്തെ കുറച്ച് പ്രശ്നങ്ങളും എല്ലാം ഉണ്ടാകുന്നതാണ്. ചില കാര്യങ്ങൾ പരിഹരിക്കപ്പെടും, ഇല്ലെന്നുണ്ടെങ്കിൽ അതിന്റെ കൺസേൺസും കാര്യങ്ങളും ഉണ്ടാകും. പക്ഷെ എപ്പോഴും ഞാൻ പറയുന്ന ഒരു കാര്യം, നിങ്ങൾ വിചാരിക്കുന്ന പോലെ എല്ലാവരും വിചാരിക്കണം എന്നുണ്ടോ ഇല്ല. അല്ലെങ്കിൽ ഇപ്പോഴത്തെ ലിസ്റ്റിൽ നടക്കുന്നതുകൊണ്ട് അല്ലെങ്കിൽ നിയമനം കുറഞ്ഞു എന്നുള്ളതുകൊണ്ട് വരാൻ പോകുന്ന LDക്കുള്ള നോട്ടിഫൈ അല്ലെങ്കിൽ ആസ്പിറൻസിന്റെ എണ്ണം കുറയാനായിട്ട് പോകുന്നുണ്ടോ ഇല്ല. ഓഫ് കോഴ്സ് PS പ്രിപ്പയർ ചെയ്യുന്നവരാണോ ഏത് എക്സാമിന് വേണ്ടി പഠിച്ചിരിക്കും, LDC എക്സാമിന് വേണ്ടി പഠിച്ചിരിക്കും. അവിടെ ഇനി 100 നിയമനമാണ് നടക്കുന്നതെങ്കിലും 50 നിയമനമാണ് നടക്കുന്നതെങ്കിലും 150 ആണെങ്കിലും എത്രയാണെങ്കിലും അത് നടക്കുന്ന നിയമനങ്ങളിൽ ഒന്ന്, 100 ആണെങ്കിൽ അതിലൊന്ന്, 50 ആണെങ്കിൽ അതിലൊന്ന് ഞാനായിരിക്കണം എന്നുള്ള അത്രയും നിശ്ചയത്തോടു കൂടിയാണ് നിങ്ങൾ എന്ത് ചെയ്യാനായിട്ട്, കോൺഫിഡൻസോട് കൂടിയാണ് നിങ്ങൾ എന്ത് ചെയ്യാനായിട്ട് എക്സാമിന് പ്രിപ്പയർ ചെയ്യാനായിട്ട് അല്ലെ. അതിനകത്ത് ഒരു കൺഫ്യൂഷൻ ഉണ്ടാവാൻ പാടില്ല. സ്വാഭാവികമായിട്ട് നമുക്ക് മുൻ വർഷത്തെ ലിസ്റ്റുകൾ നോക്കി അടുത്ത വർഷത്തേക്ക് നമ്മൾ പ്രതീക്ഷിക്കുകയാണെന്നുണ്ടെങ്കിൽ മിക്കതിലും നമുക്ക് നെഗറ്റീവ് ഇമ്പാക്റ്റ് ഉണ്ടാവുള്ളൂ. മിക്കതിനൊക്കെ നെഗറ്റീവ് ഇമ്പാക്റ്റ് ആയിരിക്കും. സ്വാഭാവികമായിട്ടും ചില എക്സാമുകളിൽ ഈ പറയുന്ന പോലെ ഇടക്കാലത്ത് എന്ത് വരും, ഈ പറയുന്ന ലാഗും എല്ലാം കാര്യങ്ങളും ഉണ്ടായാലും ഒരു ടൈം കഴിയുമ്പോൾ കൃത്യമായിട്ട് വേക്കൻസി റിപ്പോർട്ട് ചെയ്ത് എന്ത് ചെയ്യും, നിയമിക്കപ്പെടും. അപ്പൊ നിലവിലെ ഒരു സിറ്റുവേഷൻ കണ്ടിട്ട് ഇനി എപ്പോഴും ഇങ്ങനെയായിരിക്കും, ഇനി നമ്മൾ ഒരു കാരണവശാലും എക്സാമിന് അപ്ലൈ ചെയ്യുന്നില്ല എന്നുള്ളൊരു മൈൻഡ് സെറ്റിലേക്ക് നിങ്ങൾ എത്താനായിട്ട് പാടില്ല. LDC എന്ന് പറയുന്നത് ഉറപ്പായിട്ടും എല്ലാവരും അറ്റംപ്റ്റ് ചെയ്യുന്ന ഒരു എക്സാം തന്നെയാണ്. അതിനകത്ത് നിങ്ങളും യാതൊരു രീതിയിൽ ഉഴപ്പാനായിട്ട് പാടില്ല. സാധ്യത എത്രത്തോളം ആണ് എന്ന് ചോദിച്ചാൽ നിലവിലെ കാര്യങ്ങൾ വെച്ചിട്ടല്ല, ഇപ്പോഴത്തെ അതേ ലിസ്റ്റിന് റിട്ടയർമെന്റ് കാര്യമുള്ള അല്ലെ. ചിലപ്പോൾ നമുക്കറിയില്ല, ഇപ്പോൾ ഒരു വർഷം നല്ല രീതിയിൽ നിയമനം നടന്നിട്ട് തൊട്ടടുത്ത വർഷം വരുമ്പോൾ എന്താണ് നിയമനം കുറയുന്ന ലിസ്റ്റുകളുണ്ട്. ചിലപ്പോൾ അടുത്ത വർഷമാകുമ്പോൾ അത് വീണ്ടും കൂടാറുണ്ട്. അത് ഈ പറഞ്ഞിട്ട് റിട്ടയർമെന്റിലും കാര്യങ്ങളും എന്താണ് ട്രെൻഡിങ് കാര്യങ്ങളാണ്. പിന്നെ വേക്കൻസി റിപ്പോർട്ട് ചെയ്യാനുള്ള പ്രശ്നങ്ങളും കാര്യങ്ങളും ഇപ്പൊ നമ്മൾ നിലവിൽ പറയുന്നുണ്ട് അല്ലെ. അപ്പൊ അതുമായിട്ട് ബന്ധപ്പെട്ട് കൃത്യമായിട്ടുള്ള നിർദ്ദേശങ്ങൾ കാര്യങ്ങളും കൊടുത്തിരിക്കുന്ന ഒരു സാഹചര്യം ആയതുകൊണ്ട് തന്നെ അതിൽ ചേഞ്ചസ് ഉണ്ടാകാനുള്ള സാധ്യത ഉണ്ട്. അപ്പൊ ഞാൻ എപ്പോഴാണെങ്കിലും പറയുന്നു, ഒരിക്കലും നിലവിലുള്ള ലിസ്റ്റിനെ സാധ്യതയില്ല, അത് നമ്മൾ ഉൾപ്പെടുന്നതാണോ അല്ല. വരാൻ പോകുന്ന ലിസ്റ്റിന്റെ സിറ്റുവേഷൻ ഇപ്പോഴത്തെ അതേ സിറ്റുവേഷൻ ആകണമെന്ന് യാതൊരു നിർബന്ധവും ഇല്ല. അപ്പൊ ഒരു കാരണവശാലും ഇപ്പോഴത്തെ ലിസ്റ്റ് വെച്ചിട്ടല്ല നിങ്ങൾ എന്ത് ചെയ്യേണ്ടത്, കമ്പയർ ചെയ്യേണ്ടത്. നിങ്ങൾക്ക് ആഗ്രഹമുണ്ട്, നിങ്ങൾക്ക് പഠിക്കണം എന്നുണ്ടെന്നുണ്ടെങ്കിൽ പോലും അവിടെ എത്ര കുറഞ്ഞ നിയമനങ്ങളാണ് നടക്കുന്നതെങ്കിലും അതിലൊന്ന് തങ്ങളുടേതായിരിക്കും എന്നുള്ള കോൺഫിഡൻസോടുകൂടി വേണം പഠിക്കാൻ. അപ്പൊ ഞാൻ പറയുന്നു, ഇങ്ങനത്തെ ഒരു സിറ്റുവേഷൻ നിലനിൽക്കുന്നത് കൊണ്ട് തന്നെ വരാൻ പോകുന്ന LDയുടെ കേസിൽ വെറുതെ റാങ്ക് ലിസ്റ്റിൽ വരിക അല്ലെങ്കിൽ വെറുതെ പഠിക്കുക എന്നുള്ളതിനപ്പുറത്തേക്ക് സെക്യൂർ ആയ മറ്റു ടെൻഷനുകൾ ഒന്നുമില്ലാതെ ജോലി ഉറപ്പിക്കാൻ പറ്റുന്ന ഒരു റാങ്കിലേക്ക് എത്തുക എന്നുള്ളത് തന്നെ ആയിരിക്കണം നിങ്ങളുടെ ഓരോരുത്തരുടെയും ടാർഗറ്റ് എന്ന് പറയുന്നത്. അതിനെങ്ങനെ പഠിക്കണം എന്ന് ചോദിച്ചാൽ, നിങ്ങൾ നോട്ടിഫിക്കേഷൻ വരാൻ വേണ്ടി വെയിറ്റ് ചെയ്ത് നോട്ടിഫിക്കേഷൻ വന്ന് കഴിഞ്ഞിട്ടല്ല നിങ്ങൾ എന്ത് ചെയ്യേണ്ടത്, പഠിക്കേണ്ടത്. ഞാൻ പറഞ്ഞ പോലെ തന്നെ ടോപ്പിക്സ് വളരെ വൈഡാണ്. ഓക്കെ, നമ്മൾ LGS അല്ലെങ്കിൽ മറ്റ് എക്സാംസ് പഠിക്കുന്ന പോലെ അല്ല, ടോപ്പിക്സ് വളരെയധികം വൈഡാണ് ഇതിന്റെ കേസിൽ, LDയുടെ കേസിൽ അല്ലെ. 10th ലെവലിൽ ഏറ്റവും ആയിട്ട് ടോപ്പിക്സ് വരുന്നതാണ്. അപ്പൊ അത് കവർ ചെയ്ത് റിവിഷൻ നടത്തണം എന്നുണ്ടെങ്കിൽ റിവിഷൻ കണ്ടക്ട് ചെയ്ത് പ്രോപ്പറായിട്ട് 1-2 തവണ റിവിഷൻ കണ്ടക്ട് ചെയ്ത് സിലബസ് ഫുള്ള് കവർ ചെയ്തൊക്കെ പഠിക്കണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ മാക്സിമം നേരത്തെ പ്രിപ്പറേഷൻസ് തുടങ്ങണം അല്ലെ. നേരത്തെ തുടങ്ങണം എന്ന് പറയുന്ന 2 കാര്യങ്ങൾ, ഒന്ന് ടോപ്പിക് വൈഡാണ്, പിന്നെ കോമ്പറ്റീഷൻ എന്താണ് കൂടുതലുമാണ്. ഈ പറയുന്ന പോലെ എല്ലാവരും അറ്റംപ്റ്റ് ചെയ്യുന്ന ഒരു എക്സാം ആണ് ഏതെന്ന് പറയുന്നത്, LDയുടെ എക്സാം എന്ന് പറയുന്നത്. അപ്പൊ അവിടെ റാങ്ക് ലിസ്റ്റിൽ വെറുതെ വരിക എന്ന് പറയുന്നതിന് ഒരു വലിയ ചലഞ്ചാണ്. പക്ഷെ അതിനപ്പുറത്തേക്ക് നിലവിലെ സാഹചര്യം വെച്ചിട്ട് ഏത് ജോലിയുടെ കേസിലാണെങ്കിൽ എന്നെ കൊണ്ട് പറ്റാവുന്ന മാക്സിമം ഹൈ റാങ്ക് വാങ്ങുക എന്നുള്ളതായിരിക്കണം ലക്ഷ്യം അല്ലെ. വെറുതെ റാങ്ക് ലിസ്റ്റ് വരിക എന്നുള്ള കാലമൊക്കെ ഇപ്പൊ കഴിഞ്ഞു. അപ്പൊ മാക്സിമം ഹൈ റാങ്ക് വാങ്ങണം എന്നുണ്ടെങ്കിൽ നോട്ടിഫിക്കേഷൻ വന്ന് 4-5 മാസത്തെ പ്രിപ്പറേഷൻ അല്ല നിങ്ങളുടെ ഭാഗത്തു നിന്നുണ്ടാവുന്നത്. ഇപ്പോഴേ പഠിച്ചു തുടങ്ങിയാൽ ബാക്കി ടൈം നിങ്ങൾക്ക് എന്തിനു വേണ്ടി ഇൻവെസ്റ്റ് ചെയ്യാനായിട്ട് പറ്റും, പ്രോപ്പർ ആയിട്ട് റിവിഷന് വേണ്ടിയിട്ട് നിങ്ങൾക്ക് ഇൻവെസ്റ്റ് ചെയ്യാനായിട്ട് പറ്റും അല്ലെ. സോ ആ രീതിയിലാണ് പ്രിപ്പറേഷൻസ് മുന്നോട്ട് നിങ്ങൾ പ്ലാൻ ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വേണ്ടിയുള്ള LDCയുടെ ബാച്ച് ആണ് നമ്മുടെ മിഷൻ LDC 2027 ബാച്ച് എന്ന് പറയുന്നത്. സോ ഇവിടെ നിങ്ങൾക്ക് ഏറ്റവും വലിയ സ്പെഷ്യാലിറ്റി എന്ന് പറയുന്നത് ഡെയിലി സ്റ്റഡി പ്ലാൻ ആണ്. സോ നമുക്ക് അറിയാവുന്ന പോലെ തന്നെ നിങ്ങളോട് എപ്പോഴും പറയുന്നത് പലർക്കും ഉള്ളൊരു കൺസേൺ ആണ് എത്ര നേരം പഠിക്കണം, എത്ര മണിക്കൂർ പഠിക്കണം. വീണ്ടും ഞാൻ പറയുന്നത് എത്ര മണിക്കൂർ പഠിക്കുന്നു എന്നുള്ളതല്ല അല്ലേ. ജോലി കിട്ടണമെങ്കിൽ ഇത്ര മണിക്കൂർ പഠിക്കണം എന്നുള്ളത് നമുക്കൊരു സർട്ടിഫൈഡ് ആയിട്ട് പറയുന്നില്ല. പഠിക്കുന്ന ടൈമിൽ നിങ്ങൾ പ്രൊഡക്റ്റീവായിട്ട് എത്രത്തോളം പഠിക്കുന്നു, എത്രത്തോളം ടോപ്പിക്സ് കവർ ചെയ്യുന്നു. സോ ഓരോ ദിവസവും പഠിക്കേണ്ട ഡീറ്റെയിൽഡ് ടോപ്പിക്സും ക്ലാസ്സും നിങ്ങൾക്ക് ടോപ്പിക് വൈസ് ക്ലാസ്സസ് പ്രൊവൈഡ് ചെയ്യും. അതിന്റെ കൃത്യമായിട്ടുള്ള നോട്ട്സും കാര്യങ്ങളും ഡെയിലി ബേസിസിൽ നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യുന്നതായിരിക്കും. ഓക്കെ, അതുപോലെ റെഗുലർ ബേസിസിൽ നിങ്ങൾക്ക് മോക്ക് ടെസ്റ്റുകൾ ഉണ്ടാവും, PYQ ബേസ്ഡ് മോക്ക് ടെസ്റ്റുകളും ഉണ്ടാകും. അതുപോലെ തന്നെ PYQ ബേസ്ഡ് റിവിഷൻസ് ഈ ക്ലാസ്സിന്റെ കൂടെ തന്നെ പാരലായിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യുന്നതായിരിക്കും, പ്രൊവൈഡ് ചെയ്യുന്നതായിരിക്കും. അപ്പൊ അങ്ങനത്തെ
ടെൻഷൻസോ കാര്യങ്ങളോ ഒന്നും വേണ്ട. അതായത് ഈ ഒരു എക്സാമുകളായിട്ട് ബന്ധപ്പെട്ട് എല്ലാ ടോപ്പിക്സിനും ചോദിക്കുന്ന പ്രധാനപ്പെട്ട എല്ലാ ക്വസ്റ്റ്യൻസും ഈ റിവിഷനിലൂടെയും മോക്ക് ടെസ്റ്റിലൂടെയും ക്ലാസിന്റെ കൂടെ തന്നെ നമ്മൾ എന്ത് ചെയ്യുന്നതായിരിക്കും, നമ്മൾ കംപ്ലീറ്റ് ചെയ്യുന്നതായിരിക്കും. സോ ക്ലാസ്സസ് ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ പഠിക്കും, അത് മോക്ക് ടെസ്റ്റും റിവിഷൻസിലൂടെ നമ്മൾ എന്ത് ചെയ്യും, നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് റിവൈസ് ചെയ്തുകൊണ്ടേയിരിക്കും അല്ലേ. ആൻഡ് കംപ്ലീറ്റ് സിലബസ് കവറേജ് ആണ്, അത് മാക്സിമം ഏർലി കവറേജ് ആയിരിക്കും. ബാക്കി ടൈം നമ്മൾ അതിൽ അടിപൊളിയായിട്ട് നമ്മൾ എന്ത് ചെയ്യും, റിവിഷൻ കിട്ടും. സോ നിങ്ങൾ അവസാന നിമിഷം കടന്ന് പിടയ്ക്കേണ്ട കാര്യങ്ങളോ സിലബസ് കംപ്ലീറ്റ് ചെയ്യാൻ കടന്ന് പാടുപെടേണ്ട കാര്യങ്ങളോ ഒന്നുമില്ല. പിന്നെ SCRT വൈസ് ക്ലാസ്സസ് നമുക്കറിയാം, ഈ വർഷം വരാൻ പോകുന്ന എക്സാമിന്റെ വലിയൊരു ക്വസ്റ്റ്യൻസിന്റെ സോഴ്സ് എന്ന് പറയുന്നത് ന്യൂ SCRT ചാപ്റ്റേഴ്സ് തന്നെയായിരിക്കും. ആ SCRT ചാപ്റ്റേഴ്സിന്റെ ചാപ്റ്റർ വൈസ് ക്ലാസ്സസ് ഈ ഒരു കോഴ്സിന്റെ ഭാഗമായിട്ട് നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യുന്നതായിരിക്കും. ആൻഡ് കറന്റ് അഫേഴ്സിന്റെ ക്ലാസ്സസും ഉണ്ടായിരിക്കും. സോ LDCക്ക് വേണ്ട ഒരു കംപ്ലീറ്റ് പാക്കേജ് തന്നെയാണ് ഈ ഒരു കോഴ്സിൽ നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത്. ആൻഡ് മോസ്റ്റ് ഇമ്പോർട്ടന്റ്ലി നമ്മൾ അത്രയും ഈ ഒരു ബാച്ചിൽ കോൺഫിഡന്റ് ആയതുകൊണ്ട് മാത്രം പറയുന്ന കാര്യമാണ്, അല്ലെങ്കിൽ എഫക്റ്റീവ് ആണെന്ന് അത്രയും ഉറപ്പായതുകൊണ്ട് മാത്രം നമ്മൾ പറയുന്ന കാര്യമാണ്. ജോലി കിട്ടിയതിന് ശേഷം മാത്രം നിങ്ങൾ എന്ത് കൊടുത്താൽ മതി, പകുതി ഫീസ് അടച്ചാൽ മതി. ഓക്കെ, നിങ്ങൾ ജോലി കിട്ടിയതിന് ശേഷം മാത്രം നിങ്ങൾ എന്ത് പകുതി ഫീസ് പേ ചെയ്താൽ മതി. അപ്പോൾ ഇവരോട് ബന്ധപ്പെട്ട കൂടുതൽ ഡീറ്റെയിൽസ് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ സ്ക്രോളിൽ കാണുന്ന നമ്പറിലേക്ക് നിങ്ങൾ എന്ത് ചെയ്യുക, കോൺടാക്ട് ചെയ്യുക. കൂടുതൽ ഡീറ്റെയിൽസ് അവിടെ അവൈലബിൾ ആയിരിക്കും. സോ മറ്റു കാര്യങ്ങളൊന്നും കേട്ട് ഡീമോട്ടിവേറ്റ് ആവാതെ, ഉഴപ്പാതെ എത്രയും വേഗം നിങ്ങളുടെ പ്രിപ്പറേഷൻസ് സ്റ്റാർട്ട് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. കൂടുതൽ അപ്ഡേറ്റ്സുമായിട്ട് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. അപ്പോൾ ആദ്യമായിട്ട് ചാനൽ കാണുന്നവരാണെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. കൂടുതൽ ഡീറ്റെയിൽസും ക്ലാസ്സും എല്ലാം നമ്മൾ ചാനൽ നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നതായിരിക്കും. സോ ടിൽ ദെൻ, ഓൾ ദ ബെസ്റ്റ്.